പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഗസ് വർക്കിൽ വരുന്ന നമുക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ വെറുതെ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഓഡിയൻസ് എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം, എന്നിട്ട് അതിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിന് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. സോ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചാനൽ പരിചയപ്പെടുത്താം. ഇത് ക്യാച്ച് വൺസ് ഐ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ചാനലിൽ മറ്റുള്ളവരുടെ ചാനലിൽ ഒന്ന് ചെറുതായിട്ട് റിവ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നോട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ചാനലാണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ പോയപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെയാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 37 വീഡിയോ ഇതുവരെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യൂസ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി രുചിയിൽ പൊരിച്ച മീൻകൂട്ട് എന്നാണ് അതിൻ്റെ ഒരു തലക്കെട്ട്. ഇപ്പോൾ അതിന് 2-3 വീഡിയോ മുമ്പ് ഇറങ്ങിയത് പഞ്ചസാരയും ഓയിലും ചേർക്കാതെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഒരാളും യൂട്യൂബിൽ ചെന്നിട്ട് പഞ്ചസാരയും ഓയിലും ചേർക്കാത്ത ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഒരാളും സെർച്ച് ചെയ്യില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ മലയാളത്തിൽ ഒരിക്കലും ടൈപ്പ് ചെയ്യില്ല. യൂട്യൂബിൽ ആൾക്കാർ പോയിട്ട് നിങ്ങളാണെങ്കിൽ എന്താ സെർച്ച് ചെയ്യുക? താഴെ കമൻറ്റിൽ പറ. ഞാനാണെങ്കിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നത് ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സിനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക്സിനോ അങ്ങനെ ഇതിലൊക്കെ ആയിരിക്കും ഞാൻ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താണ് സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു വ്യൂവർ എങ്ങനെയാണ് ഇത് സെർച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഭൂരിഭാഗം ആൾക്കാരും ഇംഗ്ലീഷിലായിരിക്കും മിക്കപ്പോഴും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ ചെന്നിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലിൽ തുടക്കത്തിൽ അവർ സെർച്ച് ചെയ്യുന്ന ആ വാക്ക്, അതിനെ കീവേഡ് എന്നാണ് പറയുക. എന്താണോ അവർ സെർച്ച് ചെയ്യുന്നത് അതിനെ കീവേഡ് എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മുടെ ടൈറ്റിലിൻ്റെ തുടക്കത്തിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ യൂട്യൂബർ ആകുമ്പോൾ നമുക്കധികം സബ്സ്ക്രൈബർ ബേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാൽ ഈ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോ കാണേണ്ടത്. അല്ലാതെ നമുക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ. അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബർ ആണെങ്കിൽ ടൈറ്റിലിൻ്റെ തുടക്കം ഇംഗ്ലീഷിൽ എഴുതാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളുടെ മെല്ലെ നിങ്ങളുടെ സബ്സ്ക്രൈബർ ബേസ് ഗ്രോ ആകുമ്പോൾ അത് നമുക്ക് മലയാളത്തിലാക്കിയാൽ പിന്നെ കുഴപ്പമില്ല. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇനി കാണാൻ. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം ഈ വീഡിയോ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വീഡിയോയിൽ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇതൊരു ട്യൂബഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഒപ്റ്റിമൈസേഷൻ ടൂളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോസിന് ഉപയോഗിച്ച ടാഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ടൂൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇവിടെ ഈ ക്രിയേറ്റർ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ടാഗ് പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനും ടാഗ്സും വെച്ചിട്ടാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗ്സും എഴുതാൻ പഠിക്കണം. ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ആദ്യം നമുക്ക് എന്താണ് ഒരു ആൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് യൂട്യൂബിലേക്ക് ഒന്ന് പോവാണ്. യൂട്യൂബിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ കപ്പ് കേക്ക്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ കപ്പ് കേക്ക്സ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ ആ കപ്പ് കേക്ക്സിന് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഒരു സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരും ആൾക്കാർ യൂട്യൂബിൽ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ ഹോം ഉണ്ട്, ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് വിത്തൗട്ട് എഗ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കീവേഡ്സ് ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ വീഡിയോ ഐഡിയാസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് വീഡിയോ ഐഡിയാസ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ മലയാളം എന്നൊരു കീവേഡ് ഉണ്ട്. അതൊന്ന് സെർച്ച് ചെയ്യാണ്. ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ മലയാളം എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ഒക്കെ മലയാളികൾ ഉണ്ടാക്കിയ കപ്പ് കേക്ക്സിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്യൂബഡി എന്ന് പറയുന്ന ടൂള്, ആ ടൂളിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു യൂട്യൂബ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടൂൾ കിറ്റാണിത്. അതുപോലെ തന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീച്ചറും കൂടിയാണ് ഞാനീ പറയാൻ പോകുന്നത്. ഈ റൈറ്റ് സൈഡിലായിട്ട് സെർച്ച് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു സാധനം കാണാം നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇതിൽ സെർച്ച് വോളിയം, കോമ്പറ്റീഷൻ, ഓവറോൾ സ്കോർ ഇതൊക്കെയാണ് ട്യൂബഡി കാണിക്കുന്നത്. അപ്പോൾ സെർച്ച് വോളിയം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം എത്ര പേര് ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് കോമ്പറ്റീഷൻ. ഈ കാണുന്ന സെർച്ച് റിസൾട്ട്സ് ഉണ്ടല്ലോ, ഈ കാണുന്നതെല്ലാം അതിൽ നിങ്ങൾ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ മലയാളം എന്നുള്ള ടൈറ്റിലിൽ നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയാൽ ഇവിടെ ഈ ടോപ്പ് റിസൾട്ട്സിലൊന്നും വരില്ല ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ എക്സലൻ്റ് ആണ്. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കുറവാണെന്നാണ് അർത്ഥം. പൂവർ അല്ലെങ്കിൽ ഫെയർ റേഞ്ചിലേക്ക് വരുമ്പോഴാണ് കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഓവറോൾ അൺവെയ്റ്റഡ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതും എക്സലൻ്റ് ആണ്. 84 ഔട്ട് ഓഫ് 100 ആണ്.
ഇപ്പോൾ ഈ അൺവെയ്റ്റഡ് സ്കോർ ഒരു 50ന്റെ മുകളിലുണ്ടെങ്കിൽ അത് നല്ലൊരു ടോപ്പിക്കാണെന്നാണ് ഞാൻ പറയാം. കാരണം അതിൽ നമുക്ക് ഈ സെർച്ച് റിസൾട്ട്സിൽ ടോപ്പിൽ വരാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോയുടെ വിഷയം എന്താണെന്ന് ഒന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് അതൊന്ന് വന്നിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ ട്യൂബഡി എന്ന് പറയുന്ന ടൂള് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കീവേഡ് സ്കോറും ഒന്ന് നോക്കുക. എന്നിട്ട് അത് 50ന്റെ മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇനി ട്യൂബഡിയുടെ മറ്റൊരു പൊളപ്പൻ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. റിലേറ്റഡ് സെർച്ചസ് ഇവിടെ തന്നെ കാണിച്ചു തരും. അപ്പോൾ അതിൽ നമ്മളെ യൂട്യൂബ് ഓട്ടോ സജസ്റ്റ് പോലത്തെ സെയിം ഫീച്ചറാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റിലേറ്റഡ് സെർച്ചസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഹൗ ടു മേക്ക് കപ്പ് കേക്ക്സ് ഇൻ മലയാളം എന്ന് പറയുന്ന ആ കീവേഡിന് കോമ്പറ്റീഷൻ കൂടുതലാണ്. 50ന്റെ താഴെയാണ് അതിൻ്റെ സ്കോർ എങ്കിൽ നമുക്ക് ഈ റിലേറ്റഡ് കീവേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് അതിനെ താരതമ്യപ്പെടുത്തി നോക്കാം. അപ്പോൾ ഈ റിലേറ്റഡ് സെർച്ചസിൽ ഏതെങ്കിലും നല്ല സ്കോർ വന്നാൽ അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇവിടെ മോസ്റ്റ് യൂസ്ഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ട്യൂബഡി നമുക്ക് പറഞ്ഞു തരാണ് ഈ കാണുന്ന റിസൾട്ട്സിലുള്ള എല്ലാ വീഡിയോസും കമ്പൈൻ ചെയ്തിട്ട് അതിൽ ആ വീഡിയോ ഉണ്ടാക്കിയ ആൾക്കാർ ഇട്ട ടാഗ്സ് ഒക്കെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇട്ട ടാഗ്സ് ആണ് ഇവിടെ കാണിച്ചിരുന്നത്. കേരളയുണ്ട്, അതിൽ കേക്ക്സ് ഉണ്ട്, റെസിപ്പി ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ ഈ ടാഗ്സ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലും ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ റിലേറ്റഡ് സെർച്ചസും ടാഗ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ട്യൂബഡിയുടെ ഒരു പെയ്ഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ വെർഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ സ്കോർ കിട്ടും. പക്ഷേ റിലേറ്റഡ് സെർച്ചസും അതുപോലെ തന്നെ മോസ്റ്റ് യൂസ്ഡ് ടാഗ്സ് ഒന്നും നിങ്ങൾക്ക് 1-2 കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും നിങ്ങൾ പെയ്ഡ് വെർഷൻ അല്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഫ്രീയിൽ വെച്ച് തുടങ്ങി നോക്കുക. അതും നല്ല ഹെൽപ്ഫുൾ ആണ്. കീവേഡ് സ്കോർ എന്ന് പറയുന്ന ഫീച്ചർ തന്നെ ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ട്യൂബഡി ചെയ്യുന്നത്. ഇനി ഞാൻ പെയ്ഡ് വെർഷൻ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ വെയ്റ്റഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് വരും. ഇത് ട്യൂബഡിയുടെ കീവേഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിലെന്താണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിന് പറ്റിയ ഒരു കീവേഡ് ആണോ ഇത്, നമ്മുടെ ചാനലിൽ ഈ കീവേഡ് വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ അത് യൂട്യൂബ് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളാണ് വെയ്റ്റഡ് സ്കോറിൽ പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് സ്കോർ എനിക്കിവിടെ കുറഞ്ഞു. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോ ഒന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിന് ഒരിക്കലും ഇതൊരു നല്ല ടോപ്പിക് അല്ല എന്ന് ട്യൂബഡി എന്നോട് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ചാനലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കോർ 84നും കൂടും. പിന്നെ ഇവിടെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം മന്ത്ലി അവറേജ് സെർച്ച് കിട്ടുന്നുണ്ട് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കീവേഡിന് ഏകദേശം 40,000 പെർ മന്ത് സെർച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ കീവേഡിന് നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൻ്റെ റിസൾട്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസം 48,000 പേരൊക്കെ അങ്ങോട്ട് സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡാണിത്. അപ്പോൾ ഇതിൽ എത്ര വ്യൂസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ പരിപാടി ചെയ്യണം. ഏതാണ് നിങ്ങൾക്ക് പറ്റിയ കീവേഡ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് ആ കീവേഡ് നിങ്ങളുടെ ടൈറ്റിലിൻ്റെ ഫസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നാണ് അർത്ഥം. അത് നല്ലപോലെ എഴുതണം. പിന്നെ ടാഗ്സിൽ നിങ്ങൾക്ക് ഈ മോസ്റ്റ് യൂസ്ഡ് ടാഗ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിലേറ്റഡ് സെർച്ചസിൽ വരുന്ന കീവേഡ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ വീഡിയോ ഈ കീവേഡിനെ അല്ലെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. കാരണം അതുവഴി ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അങ്ങനെ നിങ്ങളുടെ ഒരു ലൈക്ക് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സഹായിക്കുന്നതാണ്. ആൻഡ് ഓൾസോ മലയാളി മില്യണർ എന്ന പേരുള്ള യൂട്യൂബ് ചാനലിൽ ഒരുപാട് മേക്ക് മണി ഓൺലൈൻ ടിപ്സും ഓൺലൈൻ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ട്യൂബഡിനെ പറ്റിയിട്ട് പറഞ്ഞു, ട്യൂബഡിയുടെ ഈ എക്സലന്റ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ട്യൂബഡി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. അതിനായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്ന് സൈനപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏത് ഇമെയിലും ആയിട്ടാണോ ലിങ്ക് ചെയ്തേക്കുന്നത് ആ ഇമെയിൽ ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ട്യൂബഡി ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ വരുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇവിടെ റിമൂവ് ഫ്രം ക്രോം എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ടു ക്രോം എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ ബട്ടൺ കൊണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം ട്യൂബഡിയിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഇത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്യൂബഡി എന്ന് പറയുന്ന ടൂൾ യൂട്യൂബിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി ടാഗ്സും ഡിസ്ക്രിപ്ഷൻസും ടൈറ്റിലൊക്കെ എങ്ങനെ എഴുതാം, എങ്ങനെ നമ്മുടെ വീഡിയോ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി
ഒരു 25-26 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ബേസിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ആ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. അപ്പോൾ ഈ കമൻസിലൂടെയാണ് എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സ് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വൺ.